ഹായ് ഓൾ, വെൽക്കം ടു എബിക് ലേണിംഗ്. സോ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, കുറച്ചുകൂടി പുതിയ ടോപ്പിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഡെഫിനിഷൻ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്? അല്ലെ, നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ വൈകാരിക ബുദ്ധിയുടെ നിർവചനമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. സോ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ആ ടേം ആരാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് കൂടുതൽ പഠനം നടത്തിയത് ആരാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. സോ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡാനിയൽ ഗോൾമാന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് അതിൽ 5 കമ്പോണൻസ് ഉണ്ട് എന്നൊക്കെ. അപ്പൊ ആ 5 കമ്പോണൻസ് ഏതാണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ താഴെയുള്ള ഓപ്ഷൻസ് നോക്കാം. ഏതാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന കോൺസെപ്റ്റുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഡെഫിനിഷൻ എന്നുള്ളത്? ഓപ്ഷൻ എ, എബിലിറ്റി ടു കൺട്രോൾ ദ ഇമോഷണൽ സ്റ്റേറ്റ്, അതായത് നമ്മുടെ വൈകാരിക അവസ്ഥയെ നമുക്ക് ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവ്. ഓപ്ഷൻ ബി, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ള ആൾക്കാരുടെ വൈകാരിക അവസ്ഥയെ മനസ്സിലാക്കാനുള്ള കഴിവ്. ഓപ്ഷൻ സി, ബി സെൽഫ് മോട്ടിവേറ്റഡ്, സ്വയം പ്രചോദിതരാവുക എന്നുള്ള കഴിവ്. ആൻഡ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ്, മുകളിൽ പറഞ്ഞവയെല്ലാം. സോ ഇമോഷണൽ ഇന്റലിജൻസിന്റെ കമ്പോണൻസ് നമുക്ക് അറിയാം അല്ലെ, 5 നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എന്താണ്? സെൽഫ് അവയർനെസ്, നമുക്ക് സ്വയം അവബോധം ഉണ്ടാകുക, എന്താണ് എന്റെ സ്ട്രെങ്ത്, എന്റെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ സെൽഫ് റെഗുലേഷൻ, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ സെൽഫ് മോട്ടിവേഷൻ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, സ്വയം മോട്ടിവേറ്റഡ് ആവാൻ പറ്റുക. പിന്നെ എമ്പതി, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ സോഷ്യൽ സ്കിൽസ്, ആളുകളുമായിട്ട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തതുകൊണ്ട് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ് ആണ് നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറെ ടെസ്റ്റുകളെ പറ്റിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ അധികവും കാണാറുണ്ടല്ലേ, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ ടെസ്റ്റുകൾ കാണാറുണ്ട്. അപ്പൊ ആ ഓരോ ടെസ്റ്റിന്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ലേണിംഗ് ഡെഫിഷ്യൻസീസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഓഫ് ദ ലേണർ, ഇതിൽ ഏതാണ് നമ്മുടെ ഏത് തരം വിലയിരുത്തലാണ് പഠിതാക്കളുടെ പഠന പരിമിതികളെ കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ കണ്ടെത്താൻ സഹായിക്കുന്നത്? ഓപ്ഷൻ എ, പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനക്കയറ്റം എന്നാണ്. ആൻഡ് ബി, ഫോർമാറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർമാറ്റീവ് അസസ്മെന്റ് ഉണ്ട്, തുടർ മൂല്യനിർണ്ണയം. ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് ഓപ്ഷൻ സി അല്ലെ. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. അപ്പം കുട്ടികളുടെ പ്രശ്നം, ഇപ്പൊ നിങ്ങൾ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ടേം, നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോവാണെങ്കിൽ നമ്മുടെ അസുഖം എന്താണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോവുക. സോ ഇവിടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് എന്തോ ഒരു കുട്ടിയുടെ പഠിക്കുന്നതിനുള്ള പ്രശ്നം എന്താണ്, പരിമിതി എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. സോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, അതുപോലെ പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡാഷ് ഇസ് ദ കൾച്ചേർഡ് എക്സ്പെക്ടേഷൻ ഓഫ് മാസ്കുലിൻ ആൻഡ് ഫെമിനൈൻ ബിഹേവിയർ അല്ലെ, സ്ത്രീ പുരുഷ പെരുമാറ്റത്തെ കുറിച്ച് സമൂഹത്തിനുള്ള പ്രതീക്ഷയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് ആർ, ഓപ്ഷൻ എ ജെൻഡർ റോൾ, ഓപ്ഷൻ ബി ജെൻഡർ ബയസ്, ആൻഡ് ഓപ്ഷൻ സി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഓപ്ഷൻ ഡി ജെൻഡർ ഐഡന്റിറ്റി. ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം സ്ത്രീകൾ ഇങ്ങനെ പെരുമാറണം, പുരുഷന്മാർ ഇങ്ങനെ പെരുമാറണം എന്നുള്ള കുറച്ച് സങ്കല്പങ്ങൾ നമ്മുടെ സമൂഹത്തിനുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ജെൻഡർ റോൾ എന്നാണ് അല്ലെ. ഓരോ ജെൻഡറിൽപ്പെട്ട ആൾക്കാരും ഇത്തരത്തിലുള്ള റോളുകളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ സമൂഹത്തിലുണ്ട്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവരെ രണ്ടുപേരെയും വേർതിരിച്ചു വെക്കുന്നത് അല്ലെ, വിവേചനം എന്നൊക്കെ പറയാം അല്ലെ. സ്ത്രീകൾ ആണ് എപ്പോഴും ഈ ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പുരുഷന്മാരെ മാത്രമേ നമ്മൾ ഈ ഒരു ടീമിലേക്ക് സെലക്ട് ചെയ്യാവൂ, സ്ത്രീകളെ മാത്രമേ ഈ ഒരു ടീമിലേക്ക് സെലക്ട് ചെയ്യാവൂ. അത്തരത്തിലുള്ള വേർതിരിവ് കാണിക്കുന്നതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചർ കാണിച്ചിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ചിത്രം അല്ലെ, അതിൽ അമ്മയെ മാത്രം കാണിക്കുമ്പോൾ അതെന്താണ്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ് കാണിക്കുന്നത് അല്ലെ. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവും അല്ലെ, അടുക്കളയിൽ പണി ചെയ്യേണ്ടത് അമ്മയാണ്, അത്തരത്തിലുള്ള ചിന്തയൊക്കെ നമ്മുടെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിനെയാണ് കാണിക്കുന്നത്. ജെൻഡർ എന്ന ഏരിയയിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം എന്തായാലും നിർബന്ധമായിട്ട് വരാറുണ്ട്. ഒന്നുകിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ റോൾ, അല്ലെങ്കിൽ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അധികവും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അടുത്ത ചോദ്യം നമ്മുടെ മോറൽ ഡെവലപ്മെന്റ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, മോറൽ ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ ആലോചിക്കുക, ആരുടെ തിയറിയാണ് അല്ലെ? കോൾബർഗിന്റെ തിയറിയാണ്. അപ്പൊ ചോദ്യം പറയുന്നത്, കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് അല്ലെ, അദ്ദേഹത്തിന്റെ വികാസ ഘട്ടങ്ങൾ, സാൻമാർഗിക വികാസ ഘട്ടത്തിൽ പണിഷ്മെന്റ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ, ശിക്ഷയും അനുസരണയും എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? അപ്പൊ നമ്മൾ അറിയാം 3 ഘട്ടങ്ങൾ പറയുന്നുണ്ട് അല്ലെ, പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ. സോ ഒരു കുട്ടിയുടെ സാൻമാർഗിക വികാസം എന്ന് പറയുന്നത്, എനിക്ക് ശിക്ഷ കിട്ടും അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്താൽ അടി കിട്ടും എന്നുള്ള രീതിയിൽ പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് അല്ലെ,
പണിഷ്മെന്റിനെ പേടിച്ചിട്ട് അനുസരണ കാണിക്കുന്നതാണെങ്കിൽ ആ കുട്ടി ഏത് സ്റ്റേജിലാണ്, ഏത് ഘട്ടത്തിലാണ് വരുന്നത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ബി പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്, ഓപ്ഷൻ സി പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ആൻഡ് ഓപ്ഷൻ ഡി കൺവെൻഷണൽ സ്റ്റേജ്. ഇത്ര ഓപ്ഷൻസ് ആണുള്ളത്. അപ്പം പിയാഷെനെയൊക്കെ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് കോൾബർഗ് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് നമുക്കറിയാം. കോൾബർഗ് ആകെ 3 പറഞ്ഞിട്ടുള്ളേ, പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ. ഈ ഓരോ ലെവലിലും തന്നെ 2 സ്റ്റേജസ് പറയുന്നുണ്ട്. പ്രീ കൺവെൻഷണൽ 2 സ്റ്റേജസ്, കൺവെൻഷണൽ 2 സ്റ്റേജസ് ഉണ്ട് ആൻഡ് പോസ്റ്റ് കൺവെൻഷനും 2 സ്റ്റേജസ് ഉണ്ട്. സോ ശിക്ഷയും അനുസരണയും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രീ കൺവെൻഷണൽ സ്റ്റേജിലാണ് നമ്മുടെ കോൾബർഗ് പറഞ്ഞിട്ടുള്ളത്. Okay, last question. According to Piaget, what is the stage of acquiring the ability to seriation and classification? അല്ലെ, നമുക്ക് ശ്രേണീകരിക്കാനും അതുപോലെ തന്നെ തരം തിരിക്കാനുമുള്ള കഴിവ്. സീരിയേഷൻ എന്ന് പറഞ്ഞാൽ ഓർഡറിൽ വെക്കാൻ വേണ്ടിയിട്ട്, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും ഓരോ കാറ്റഗറിയിലേക്ക് നമുക്ക് തരം തിരിച്ചു വെക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ പിയാഷെയുടെ തിയറി പ്രകാരം, അതായത് വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ പ്രകാരം ഈ കഴിവ് ഓരോ കുട്ടിയും എക്വയർ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? അപ്പൊ പിയാഷെയുടെ തിയറിയിൽ നമുക്കറിയാം 4 സ്റ്റേജുകൾ ഉണ്ട് അല്ലെ. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷനിൽ, കോൺക്രീറ്റ് ഓപ്പറേഷനിൽ, ഫോർമൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റേജുകളുണ്ട്. ആൻഡ് ഏതിലാണ് നമ്മുടെ സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു കുട്ടി എക്വയർ ചെയ്യുന്നത് എന്നാണ്. ഓപ്ഷൻ എ പ്രീ ഓപ്പറേഷണൽ, ഓപ്ഷൻ ബി കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഓപ്ഷൻ സി ഫോർമൽ ഓപ്പറേഷണൽ ആൻഡ് ഓപ്ഷൻ ഡി സിംബോളിക് സ്റ്റേജ്. സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിനെ പറ്റിയിട്ട് പിയാഷെ പറഞ്ഞിട്ടില്ല അല്ലെ. അത് പ്രീ ഓപ്പറേഷനിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതിൽ വരുന്ന ഒരു സബ് കാറ്റഗറി ആയിട്ട് നമുക്ക് സിംബോളിക് സ്റ്റേജിനെ പറയാം. അപ്പൊ ബാക്കി 3 ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പ്രീ ഓപ്പറേഷണൽ, അതുപോലെ തന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ ആൻഡ് ഫോർമൽ ഓപ്പറേഷൻ, ഇതിൽ ഏതാണ് വരിക? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് അല്ലെ. ഒരു 7 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ വരുന്ന ഏജ് ആണിത്. ആൻഡ് ഈ ഒരു സ്റ്റേജിലാണ് കുട്ടികൾ സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.